ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഓട്ടം തുടങ്ങിയാലോ? കുളിച്ച് വന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിങ്ങാണ്ട് ഇറങ്ങാം, എന്നിട്ട് കാണാം. അപ്പം നമ്മൾ വണ്ടിയിലെത്തി. സമയം 6:11. ഇന്നലെ കുറച്ചുകൂടി ലേറ്റായി, ഇന്ന് കുറച്ച് നേരത്തെ ആയി. വണ്ടി കയറി. ഊബർ ഓണാക്കിയിട്ടില്ല. വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കാം. 2 മിനിറ്റ് സ്റ്റാർട്ടായി കിടക്കട്ടെ. രാവിലെ എടുക്കാല്ലേ, കുറേ നേരം നിർത്തിയിട്ടല്ലേ, അപ്പോൾ അങ്ങനെ എടുക്കാറുള്ളൂ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് വണ്ടീൻ്റെ ഉള്ളൊക്കെ ക്ലീൻ ആക്കാണ്ടെങ്കിൽ വേഗം ക്ലീൻ ആക്കാം. അപ്പോൾ ക്ലീൻ ആക്കിയിട്ട് വരാം. ഓക്കെ. വണ്ടിൻ്റെ സൗണ്ടൊക്കെ പോയി. ഇനി ആകെയുള്ളൊരു പണി എന്താ വെച്ചാൽ ഗേറ്റും തുറക്കണം. ഗേറ്റ് തുറക്കാനും നിർത്തണം, എന്നിട്ട് വണ്ടി അപ്പുറത്തേക്ക് ഇട്ടിട്ടൊന്ന് അടക്കാൻ നിർത്തണം. അതിനുള്ളപ്പോൾ ഒരു ചടങ്ങ് ഇതുണ്ടോ. എന്താണ് ഇനി കയറ്റത്തൂടെ നിർത്തണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പ്ലേ സ്റ്റോർ എടുത്തിട്ട് ഊബറിന് വല്ല അപ്ഡേഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഇല്ല, ഓപ്പണാണ്. എടുക്കുക, ലൊക്കേഷൻ ഓണായി കൊടുക്കണം. അപ്പോൾ ഓൺലൈനായിട്ടുണ്ട്. ഇനി ട്രിപ്പ് അടിക്കുമ്പോൾ കാണാം. ഫസ്റ്റ് ട്രിപ്പ് ഊബർ ഓടാൻ പറ്റിയ സമയമാണിത്. 6 മണി അല്ല, ഒരു 4 മണി 5 മണിക്ക് എണീക്കണം. രാത്രി നേരത്തെ നിർത്തിയിട്ട് റൂം പോവാ. രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ എയർപോർട്ട് ട്രിപ്പ് ഒക്കെ കിട്ടും. ഒരു മാച്ച് ട്രിപ്പ് വന്നിട്ടുണ്ട്, അക്സെപ്റ്റായി. 3.7 കിലോമീറ്റർ പിക്കപ്പ്. ആള് റോട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏത് ഭാഗത്താ നോക്കട്ടെ. നമ്മള് കാക്കനാട് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് അവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്, അവിടെയും തോന്നുന്നുണ്ട്. അപ്പൊ രാവിലെ ഈ സമയത്ത് ഇറങ്ങണതാണ് ഏറ്റവും നല്ലത്. രാവിലെ ഇറങ്ങുമ്പോൾ 4 മണി സമയത്തൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് എയർപോർട്ട് ട്രിപ്പും കാര്യങ്ങളും കിട്ടും. ഒരു അപ്പ് ആൻഡ് ഡൗൺ എയർപോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ 1500 രൂപയായി. പിന്നെ നമുക്ക് ആ ബ്ലോക്കിന്റെ അടി കൂടി വല്ലാണ്ട് ഓടേണ്ട ആവശ്യമില്ല. പിന്നെ ഈ സമയം ഇറങ്ങിക്കഴിഞ്ഞാല് എന്താ ഉപകാരം വെച്ചാല് വണ്ടികളുണ്ടാവില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ട്രിപ്പ് ക്ലോസ് ചെയ്യാം. ഈ ട്രിപ്പൊക്കെ നോക്കിക്കോ, പെട്ടെന്ന് തന്നെ ക്ലോസ് ആവാൻ നമ്മളത്. അടുത്ത് നമുക്ക് ബ്ലോക്ക് ഉണ്ടാവില്ലല്ലോ. ചിലപ്പോൾ അവിടെ മറ്റേ വാഴക്കാല ആ ഭാഗത്തൊക്കെ മെട്രോന്റെ പണി നടക്കുന്നതുകൊണ്ട് ഇപ്പൊ ചിലപ്പോൾ 1 വേ ആക്കിയിട്ട് 2 വേ ആക്കിയിട്ടുണ്ടാവും. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും ഇതേപോലെ ഫ്രീ ആയിരിക്കും. പിന്നെ രാത്രി ഓടാൻ പറ്റും. രാത്രി ഓടിക്കഴിഞ്ഞാല് രാത്രി നല്ല സുഖം. ഒരു 10 മണിക്ക് ശേഷം ഓടിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ബ്ലോക്ക് ഉണ്ടാവൂല. പക്ഷെങ്കിൽ അപ്പോ ഈ പറവൂര് സൈഡ് അങ്ങനെ സൈഡ് കുറച്ച് ലോങ്, ഒരു 25 കിലോമീറ്റർ ഒക്കെ അപ്പുറത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ട്രിപ്പ് ഇട്ടാൻ കുറച്ച് പാടാം. പിന്നെ നമുക്ക് ഉറക്കം വരും വെറുതെ വണ്ടിയിലിരുന്ന. അതാണ് രാത്രിന്റെ പ്രശ്നം. ഏറ്റവും നല്ലത് ഇതാ, രാവിലെ ഇറങ്ങാം. രാവിലെ ഒന്നുകൂടി നേരത്തെ ഇറങ്ങണം. 6 മണി അല്ല നല്ല സമയം, ഒന്നുകൂടി നേരത്തെ. അപ്പൊ നമുക്ക് ഇവനെ പിക്ക് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ചായ കുടിക്കണം. ചായ കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പിൽ എവിടുക്ക സ്റ്റോപ്പ് എന്നൊന്നും നോക്കാൻ പറ്റില്ല. നമ്മളിവിടെ ആര്യാസിന്റെ ഇവിടെ എത്തി. ആര്യാസ് ഹോട്ടൽ ഇതുണ്ടോ, ആരോ മാർക്ക് ഇവിടെ കറക്റ്റ് നമ്മൾ പിന്നിന്റെ അടുത്തുണ്ട്. ആള് ഇവിടെ കിടക്കണേ. ആള് എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, ആര്യാസിന്റെ അവിടെ അല്ലേ, ഞാനങ്ങോട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ നമ്മള് ഇതിപ്പോ ഹെഡ് കാണുന്നതുകൊണ്ട് പിന്നെ കസ്റ്റമർ നമുക്ക് വിളിക്കും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൺഫേം ആണ്. ചില സമയങ്ങളിൽ കസ്റ്റമർ ഇപ്പൊ വേറെ എവിടെയൊക്കെ കേൾക്കാം, അങ്ങോട്ട് വരുമോ ഇങ്ങോട്ട് വരുമോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോഴാണ് കറക്റ്റ് ഊബറിൽ നമ്മൾ പിക്കപ്പ് പോയിന്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ സമയം കണ്ടോ കയ്യിന്ന് 4 മിനിറ്റ് നമുക്ക് കസ്റ്റമറിന് വാലിഡ് ആയിട്ടുള്ള മിനിറ്റ് ആണ്. 4 മിനിറ്റ് വരെ നമ്മൾ അവരെ കാത്തു നിൽക്കണം. 4 മിനിറ്റും കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5 മിനിറ്റോ 4 മിനിറ്റോ ഒന്നുകൂടി വരും. അതും കൂടിയും കഴിഞ്ഞിട്ട് കസ്റ്റമർ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. റൈഡറെ കണ്ടിട്ടില്ല പറഞ്ഞാണ്ട് ഇതിലുണ്ടാകും കുറെ ഓപ്ഷൻസ് കണ്ടോ, ക്യാൻഡ് ഫൈൻഡ് ദി റൈഡർ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അനിമൽസിനെ കൊണ്ടുവരുന്നതും വെഹിക്കിൾ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ. അതിൽ കസ്റ്റമർ കാണാനുള്ള സംഭവം കൊടുക്കുക സമയം കഴിഞ്ഞതിന് ശേഷം. സമയം കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് മെസ്സേജ് അയക്കും,
ക്യാൻസലേഷൻ ഫീസ് കിട്ടും ഇനി ക്യാൻസൽ ചെയ്താലാണ്. അപ്പൊ നമ്മൾ ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഒരു 40-50 റുപ്യ കിട്ടും. അങ്ങനെ അടുത്ത കസ്റ്റമറിനെ ഇതാക്കാം. ചില കസ്റ്റമർ അവിടെ വരെ ഇവിടെ വാന്നൊക്കെ പറയാം. അപ്പൊ നമുക്ക് ദേഷ്യം വരും. പിന്നെ നമ്മള് വെറുതെ ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ എന്തായാലും അത് ചിലപ്പോ വർത്താനത്തിലോട്ട് എത്തും. അവര് വരുന്നുണ്ട്, കസ്റ്റമർ വരുന്നുണ്ട്. അപ്പൊ ശരി, അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ബാക്കി കാണാം. നമ്മളങ്ങനെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എത്തി. 3 ചെക്കന്മാര് മുടിയൊക്കെ വളർത്തിയിട്ട് സെറ്റ് ചെക്കന്മാര്. നോർത്ത് റെയിൽവേ സ്റ്റേഷനാണ്. ചെക്കന്മാര് ഫുള്ള് തഗ്ഗായിരുന്നു. പാട്ടും പരിപാടിന്റെ ആൾക്കാരാണ്. അപ്പൊ ഊബർ നമ്മളെ നമ്പറൊക്കെ സേവ് ചെയ്ത് പോയിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നിട്ട് വിളിക്കാം, കാക്കനാട് വന്നിട്ട് വിളിക്കാന്നൊക്കെ പറയണ്ടായിന്. ഇവിടെ എന്നാല് ഇവിടെ നിക്കാൻ പാടില്ല. പോലീസ് സ്റ്റേഷന്റെ പുതിയ റൂളും കാര്യങ്ങളും ഉണ്ട്. റെയിൽവേ സ്റ്റേഷനില് കസ്റ്റമർ ട്രിപ്പ് അടിച്ചാൽ പോലും കസ്റ്റമറെ വിളിച്ച് ഇവിടെ പുറത്തിറങ്ങിക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. ഇപ്പൊ ബ്ലോക്ക് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും ഇവിടെ നിക്കണില്ല. ഓട്ടോക്കാരൊക്കെ പ്രശ്നമാവും, പിന്നെ പോലീസുകാരും പ്രശ്നമാവും. വെറുതെ നിന്ന് കഴിഞ്ഞാല് അപ്പൊ പുറത്തിറങ്ങണ്ടേ ബാക്കി ട്രിപ്പ് അടിച്ചിട്ട്. ഇവിടെ ഉണ്ടോ റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് ഫുള്ള് വണ്ടികളാണ്. എന്റെ ബാക്കിലുണ്ട് കുറേ വണ്ടികള്. ബാക്ക് 180 രൂപ കിട്ടി. 180. അതിൽ നമുക്ക് വന്നിട്ടുള്ളത് 190 ടോട്ടല് വാങ്ങി. 8.50 കിലോമീറ്റർ ഡ്രോപ്പ് ഉണ്ടായിരുന്നു. 16 മിനിറ്റ് കൊണ്ട് എത്തി. ഇനി ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്യട്ടെ. എത്ര പെട്ടെന്ന് നേരം വെളുക്കണേ. ലൈറ്റ് ഓഫ് ചെയ്യാനുള്ള സമയമായി. ഇനി 2 ട്രിപ്പും കൂടിയും ബ്ലോക്ക് ആവുന്നതിന് മുമ്പ് കിട്ടിയാല് ഭാഗ്യം. പെട്ടെന്ന് ഇന്നലത്തെ പോലെ നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ഇനിയിപ്പോ ഇവിടെ നോർത്തിൽ നിന്നിട്ട് വലിയ കാര്യം ഉണ്ടാവും തോന്നണില്ല. കാര്യം ഉണ്ടാവും നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പ് അടിക്കും നോർത്തുനിന്ന്. പക്ഷെങ്കിൽ കുറെ വണ്ടികളുണ്ട്. 6:50 സമയമായിട്ടുള്ളൂ. 7 മണി. നമ്മളിപ്പോ കടവന്ത്ര സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നും വണ്ടി ഉണ്ടാവില്ല. കടവന്ത്ര അല്ല, കത്തിരിക്കടവ് കലുവരി സൈഡില്. അവിടുന്ന് ചിലപ്പോൾ ട്രിപ്പ് അടിയാൻ ചാൻസ് ഉണ്ട്. ഇവിടെ അത്രയും വണ്ടികളില്ലേ. ഇവിടുന്ന് ട്രിപ്പ് അടിക്കും. വന്ദേ ഭാരത് വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്നും അടിക്കാറുണ്ട്. വന്ദേ ഭാരത് വന്നു കഴിഞ്ഞാല് അതിന് കുറെ ഊബർ ബുക്ക് ചെയ്യും. അപ്പൊ ഇപ്പൊ അത് 8:30 സമയത്ത്. ഇപ്പൊ 6:51, 7 മണിയായിട്ടുള്ളൂ. 1.5 മണിക്കൂർ വെറുതെ പോവും. ബ്ലോക്ക് ഇല്ലാത്ത സമയം വെറുതെ ഫോണിൽ കളിച്ചിരിക്കണ്ടല്ലോ. എന്നപ്പോ എന്നെ ഉറങ്ങിയാ പോരെ. അപ്പൊ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും ചെന്ന് നോക്കാം. കത്തിരിക്കാട് എവിടെയെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. കിട്ടാണെങ്കിൽ കിട്ടട്ടെ. എനിക്കിപ്പോ യാത്രയില് ട്രിപ്പ് അടിച്ച് ഞാൻ വെറുതെ ഒന്ന് ഓണാക്കി നോക്കി യാത്ര. അപ്പൊ നമുക്ക് ബൂസ്റ്റ് ചെയ്യാനൊന്നും ഓപ്ഷൻ കണ്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് വേറെ ആരോ ബൂസ്റ്റ് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞ ട്രിപ്പ് പോകണോ. അപ്പൊ ഇതിൽ കാണുന്നുണ്ടോ 275 റെന്റൽ ഫെയർ റെന്റാണ്. 1 മണിക്കൂറിനാണ് കിടക്കണേ. 10 കിലോമീറ്റർ. സംഭവം കിലോമീറ്ററും പൈസ ലാഭാ. പക്ഷെ 1 അവർ അതാണ് നഷ്ടം നമുക്ക്. അതുകൊണ്ട് നമ്മളിത് ക്യാൻസൽ ചെയ്യാണ്. സംഭവം നമുക്ക് ജസ്റ്റ് ഒന്ന് കസ്റ്റമർക്ക് വിളിച്ചിട്ട് ചോദിച്ചു നോക്കാം എത്ര സമയം ഉണ്ടാവും. 1 അവർ നമുക്ക് പറ്റൂല. 1/2 മണിക്കൂറാണെങ്കിൽ ഓക്കെ. 10 കിലോമീറ്റർ നമുക്ക് പോകാൻ എന്തായാലും 20 മിനിറ്റ് വേണ്ടി വരും. പിന്നെ വിളിച്ചു ചോദിച്ചോട്ടെ. ഹലോ, യാത്രയെന്നാണ്. അത് ബുക്ക് ചെയ്ത് പ്ലാറ്റിനം വിക്ടറി. അവിടെ ഒരു രേവതി പ്ലാസ കഴിഞ്ഞ് ഒരു സിമെന്റ് ബ്ലോക്ക് ഇട്ട വഴിയുണ്ട്. അകത്തേക്ക് വന്നാൽ മതി കേട്ടോ. എവിടുന്ന്? മറ്റേ റെയിൽവേ സ്റ്റേഷന്റെ അവിടെയാണോ? അല്ലല്ല, നമ്മളിവിടെ നിങ്ങളെ അടുത്തെത്തി. ഇവിടെ നമ്മുടെ ഈ പെരുന്തു റോഡില്ല, LFC റോഡില്. അവിടെ തന്നെ മാപ്പിൽ കാണുന്നില്ലേ? അത് ജസ്റ്റ് ഒന്ന് ഹാങ് ആയിട്ട്. ഇത് റെന്റലാ? അതെ 1 അവർ ഇല്ല കേട്ടോ. 1 അവർ. 1 അവർ. ഓക്കെ. മനസ്സിലായോ? പെരുന്തു റോഡില്ലേ? എവിടെ നിൽക്കുക? ഞാനിവിടെ മറ്റേ കലൂര് സിഗ്നല്. അപ്പൊ അവിടുന്ന് നേരെ വന്നാൽ മതി. നേരെ എലമക്കര റൂട്ടിൽ വരുമ്പോഴത്തേക്ക് ഒരു 500 മീറ്റർ കഴിയുമ്പോഴേ ഒരു രേവതി പ്ലാസയുണ്ട്. പിന്നെ ഒരു ചോയ്സ് ഫർണിച്ചർ ചെറിയ കടയൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഉടനെ ഇടത്തേക്ക് തിരിയണം. ഒരു സിമെന്റിന്റെ ഒരു ഇതുണ്ട്. ഈ അൾട്രാടെക് സിമെന്റിന്റെ മഞ്ഞ കളറുള്ള ഒരു ഗോഡൌൺ ഉണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ പ്ലാറ്റിനം വിക്ടറി കേട്ടോ. പ്ലാറ്റിനം വിക്ടറി എന്നാണ് അപ്പാർട്ട്മെന്റ് പേര്. ഒരു സിമെന്റ് ബ്ലോക്കിന്റെ വഴിയാണ്. ഇടത്തേക്ക് വന്നാൽ മതി. ഓക്കെ.
ഇത് ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ കേട്ടോ, വേണോ വേണ്ടേന്ന്, എന്നിട്ട് ക്യാൻസൽ ചെയ്യാം. യാത്രയാകുമ്പോ വലിയ സീനില്ല. ഞാനത് ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ച്. അപ്പൊ ക്യാൻസലേഷൻ എടുത്തപ്പോ ഉണ്ടോ, റിക്വസ്റ്റ് ക്യാൻസലേഷൻ വിൽ ലീഡ് ടു ബ്ലോക്കിംഗ് ആൻഡ് ലവർ റേറ്റിംഗ്. നമുക്ക് റേറ്റിംഗ് ഒന്നും വേണ്ട. എന്താ വെച്ചാല് നമ്മളെ സമയമാണ് പോയിക്കിട്ടും, വേറെ പ്രശ്നമൊന്നുമില്ല. യാത്ര പിന്നെ അവിടെ കിടക്കട്ടെ, ഇനി അത് അടിക്കുമ്പോ നമുക്ക് എടുക്കാന്നാ മതി. ഊബർ ആകുമ്പോ അങ്ങനെയല്ല. ഊബർ ഇനി എന്താ ആ ട്രിപ്പ് വീണ്ടും വരും, അതുകൊണ്ട് ഓഫ്ലൈൻ ആക്കിയാണ്. കാരണം എന്താ വെച്ചാല് ട്രിപ്പ് വരുന്നതൊക്കെ നമുക്ക് എടുക്കണം. എടുത്തിട്ട് ഇങ്ങനെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് ക്യാൻസലേഷൻ റേറ്റും വരും. അപ്പൊ ഇപ്പൊ ഞാനിവിടെ സിഗ്നലിലാണ്. സിഗ്നൽ കഴിയട്ടെ, ഇനി അടുത്ത ട്രിപ്പ് വരുമ്പോ നമുക്ക് കാണാം. അപ്പൊ അതിനൊരു തീരുമാനമായി, അത് ക്യാൻസൽ ചെയ്ത്. യാത്രയിൽ ഇപ്പൊ നമുക്ക് വലിയ റിപ്പോർട്ട് വന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഡ്രോപ്പ് ചെയ്യുമ്പോ പിൻ നമ്പർ അടിച്ചിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഏതായാലും ഇവിടെ സംസാരത്തിനിടയിൽ നമ്മൾ കത്രിക്കടവൊക്കെ തിരിയാൻ മറന്ന്, സിഗ്നലിന് റേറ്റ് ആയിരുന്നു തിരിയേണ്ടത്. നമ്മള് നേരാണ് പോകുന്നത് വീഡിയോയില് സംസാരിച്ചോണ്ട്. അപ്പൊ ഇവിടെ ദേശാഭിമാനി ജസ്റ്റ് തിരിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ചായക്കട ഉണ്ട്, ഇവിടുന്ന് ചായ അടിച്ചിട്ട് ഒരു ബിജോയ് അടിച്ചിട്ടുണ്ട്. വീണ്ടും മാച്ച് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. റഡാർ ട്രിപ്പാണ് ഫുള്ള്. ഇത് കിടക്കുന്നത് ഈ വളവ് പാലാരോട്ടാ. പാലാരോട്ടം കഴിഞ്ഞിട്ട് അവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. ഹോസ്പിറ്റൽ അതാ റിനെ മെഡിസിറ്റി ഹോസ്പിറ്റൽ തന്നെയാണ്. മേലെ അഡ്രസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരെ പോയി പിക്ക് ചെയ്യാം. ബിജോയ് ആണ്. സ്ഥലം എടുക്കാൻ നോക്കിയില്ല. ലുലുമാളം തോന്നുന്നുണ്ട്. ചെറിയ ട്രിപ്പാ. CNG എടുത്തപ്പോഴേ 2 ഘട്ടമല്ല. റൂമിലെത്തിയപ്പോത്തിന് ഇന്നലെ പത്തടിപ്പാലത്തിന് അടിച്ച്. അവിടെ പ്രഷർ ഇല്ല. പമ്പില് പ്രഷർ ഉണ്ടെങ്കിലുള്ളൂ ഫുൾ ടൈം കയറുള്ളൂ. ഇന്നലെ പമ്പിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ഒരു ഘട്ടമില്ല. റൂമിലെത്തിയപ്പോ തന്നെ ഒരു ഘട്ടയും പോയി. ഇപ്പൊ 3 ഘട്ടം പോയി. 19 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇന്ന് 200 കിലോമീറ്റർ ആവൂല. മൈലേജ് ഷോർട്ട് വരും. അതവിടെ കിടക്കട്ടെ, നമുക്ക് ബിജോയിനെ പിക്ക് ചെയ്യാൻ പോവാം. അപ്പൊ ആ ഒരു ട്രിപ്പും കഴിഞ്ഞിട്ടോ. ക്രൗൺ പ്ലാസയിലോട്ടായിരുന്നു. ക്രൗൺ പ്ലാസയാണിത്. റിനെ മെഡിസിറ്റിന്ന് 198 രൂപ കിട്ടി. 379 ടോട്ടലായി. യാത്ര എടുത്തിക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടോ, എപ്പോഴും സമയമായിട്ടില്ല, 7 ആയിട്ടുള്ളൂ. അവിടെ ഇങ്ങനെ നിർത്തി പോവല്ലേ. അപ്പൊ ഊബറാണ് നമ്മൾ മെയിൻ. ഊബർ ഓണാക്കണം നമ്മൾ. രാവിലത്തെ പീക്ക് ടൈമൊക്കെ നമ്മൾ വെറുതെ 1 മണിക്കൂർ കളഞ്ഞു കഴിഞ്ഞാല് നഷ്ടമാണ്. നമുക്ക് വലിയ സങ്കടമല്ല ക്യാൻസൽ ചെയ്ത്. സംഭവം 275 ഉറുപ്പ്യ ഉണ്ട്. കിലോമീറ്റർ 10 കിലോമീറ്റർ ഉള്ളൂ. ലാഭമാണ്. പക്ഷെ സമയം പോയത്. അപ്പൊ ഏകദേശം ഒരു പൈസ നമുക്ക് കിട്ടി. 200 രൂപ കിട്ടി. 25 അല്ലേ, ബാക്കി സമയം കൊണ്ട് നമ്മള് റെഡിയാക്കും. എന്താ ഒരു ബ്യൂട്ടി. മരട് ക്രൗൺ പ്ലാസ ഉണ്ട്. ഉള്ളിലോട്ട് കയറണ്ടായിരുന്നു, പുറത്ത് ഡ്രോപ്പ് ചെയ്ത ആളെ. ഇനി ഇവിടെ ഒരു ചായക്കട ഉണ്ട്. നല്ലൊരു ബോംബെ കാഫെ പോലെ, ഇന്നലത്തെ ബോംബെ കാഫെ പോലെ ബസ്സിന്റെ ബാക്കില്. അവിടെ പോയി ചായ അടിക്കട്ടെ. മറ്റോടത്തുനിന്ന് ചായ അടിച്ചിട്ടില്ല. ഈ ക്രൗൺ പ്ലാസന്റെ അടുത്തുള്ള ഈ ബിൽഡിങ്ങിലാണ് മോഹൻലാൽ താമസിക്കണെന്നൊക്കെ പറയണേക്കെ. എന്താ അറിയില്ല, ഇനി മോഹൻലാലിന്റെ ഫ്ലാറ്റ് ആണോ എന്താ അറിയില്ല. ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ആര്യ നട്ടുവരുന്ന 2.3 കിലോമീറ്റർ പിക്കപ്പ്. അരൂര് ഭാഗത്ത് പോയിട്ട് മാടവന്, ഇത് മാടവൻ ജംഗ്ഷനാ. മാടവനെന്ന് റൈറ്റ്. അപ്പൊ പിക്ക് ചെയ്തിട്ട് വരാം. അത് ചായ കുടിക്കണോണ്ടേ മാപ്പിൽ നോക്കുമ്പോ 6 മിനിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു 4 മിനിറ്റും പാടെ കൂട്ടിയിട്ട് 10 മിനിറ്റ് ഇട്ട്. അപ്പൊ അവര് ഓക്കെ എന്നും പറഞ്ഞു. അപ്പൊ ആക്കും പോലെ ചായ അടിച്ച്. വല്ല ചായ ആളെ ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. നമ്മള് അർജന്റാന്ന് പറഞ്ഞാൽ നമ്മള് വണ്ടി എടുത്ത് പോവും. 10 മിനിറ്റ് പറഞ്ഞപ്പോ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാളെ പിക്കാൻ പോട്ടെ. ആര്യ 250 എത്ര റേറ്റ് ഉണ്ട് ഫെയർ. എവിടക്ക സ്ഥലം ഒന്ന് കറക്റ്റ് നോക്കിയില്ല. പെട്ടെന്ന് വീഡിയോ എടുക്കാറില്ല ഇതായോണ്ടേ. അപ്പൊ കണ്ടോ, മറ്റേ യാത്രേന്റെ പൈസ നമുക്ക് ആയി. അത് 8 മണിയാകുമ്പോഴേ 1 മണിക്കൂറാവുള്ളൂ. 6:58 എത്രയാണ് എടുത്തപ്പോ.
7 മണി. അപ്പോൾ 1 മണിക്കൂറാകുമ്പോൾ 8 മണിയായിന്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് 300 സംതിങ്ങിൻ്റെ ഏർണിങ്സ് ആയി. ഇതിപ്പോൾ 240 എത്ര ഉണ്ട്, നേരത്തെ കിട്ടിയ 200-ഉം 400 സംതിങ് ആയി ഈ 1 മണിക്കൂർ കൊണ്ട്. പീക്ക് ടൈമാണ്. അപ്പോൾ രാവിലെ തന്നെ റെൻറ്റും മറ്റേ സാധനങ്ങളൊന്നും എടുക്കാക്കുക. ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ട് എടുക്കുക. ട്രിപ്പ് ഇല്ലാത്തൊരു സാഹചര്യങ്ങളാണെന്നുണ്ടെങ്കിൽ എടുക്കുക. ഉച്ച സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറ്റീന്. പെട്ടു നമ്മള് 350 മീറ്ററും കൂടി ഉള്ളു ഇനി കസ്റ്റമറത്തേക്ക്. ഇതുണ്ടാ, പക്ഷെ ആള് ക്യാൻസൽ ചെയ്തു. ആള് ചിലപ്പോ ആളെ പറ്റിക്ക് എഴുതിയിട്ട് എനിക്ക് ലൊക്കേഷൻ ചെറുതായിട്ടൊന്ന് മാറി. മാടവന സൈഡിക്കല്ല, ഞാൻ മാപ്പ് ഇട്ടില്ല. മാടവന സൈഡാണ് എഴുതിയിട്ട് അവിടുന്ന് മാപ്പ് ഇടാൻ എഴുതിയിട്ട് നോക്കുമ്പോ ഉണ്ട് പിന്നെ 12 മിനിറ്റ് ആയിട്ടുണ്ട്. 6 മിനിറ്റുള്ള 12 ആയിട്ട് നോക്കിയപ്പോ ഉണ്ട് മറ്റേ തേവരക്ക് ഫോട്ടോച്ച് പോണ റോഡിന് തേവരന്ന് ഫസ്റ്റ് പാലം കയറാണ്ട് അടിയിൽ കൂടി റോഡുണ്ട്. ആ റോഡ് പോന്നിട്ടാ. അപ്പൊ ബ്രോങ് പോയി യൂട്ടൺ അടിച്ച് എന്നിട്ട് വലിയ പാലം കയറി. അപ്പോഴാണ് മനസ്സിലായത് താഴെയുള്ള ചെറിയ പാലാണ്. എന്നിട്ട് അതും യൂട്ടൺ അടിച്ചിട്ട് വേറെ സ്ഥലം പോയി. മാപ്പ് കാണിച്ചിരുന്ന സ്ഥലം അത് വേറെ ഏതൊരു ഗുദാമ്, മുമ്പിലൊരു മതിലുണ്ടായിരുന്നു. അങ്ങനെ അത് വിട്ട് ലാസ്റ്റ് വീണ്ടും യൂട്ടൺ അടിച്ച് ഇതാണ് മറ്റേ ഒറിജിനൽ റോഡ്. ഇവിടെ ഒരു ചെറിയ പുര ഉണ്ടോ, അതിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു റോഡാണ് അങ്ങോട്ടുള്ളത്. എന്തായാലും ആള് ക്യാൻസൽ ചെയ്ത് നല്ലൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മളെന്തായാലും ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് നമുക്ക് പോവാം. അവിടെ ഒരാൾ വാക്കിംഗ് ഒക്കെ ചെയ്യണ്ട്. നല്ല സ്ഥലമാണ്. അപ്പൊ ഇനി കുറച്ച് നേരം സ്ഥലം കണ്ടിട്ട് ഹാപ്പി ആയിട്ട് പോവാം. ഈ ഭാഗത്തുനിന്ന് ട്രിപ്പ് അടിക്കാൻ കുറച്ച് മോശമാണ്. എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് തിരക്കാം. ഞാൻ കുറച്ചേരം ഇവിടെ വെയിറ്റ് ചെയ്തു. ആള് ഇനിയും ബുക്ക് ചെയ്തിരിക്കും. കാരണം 350 കിലോമീറ്ററിൽ ഇവിടെ വേറെ വണ്ടി ഒരിക്കലും ഉണ്ടാവില്ല. 95% നമുക്ക് തന്നെ അടിക്കണം എന്നുണ്ടായി. എനിക്ക് തോന്നുന്നു വേറെ ഏതെങ്കിലും വണ്ടി കിട്ടിയിട്ടുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ അർജന്റായിട്ട് അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും. അതായിരിക്കും ഇപ്പൊ നിലവിൽ സംഭവിച്ചിട്ടുണ്ടാവാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് റിക്വസ്റ്റ് വരേണ്ടത്. പിന്നെ എനിക്ക് വേണമെങ്കിൽ ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആളെ കാണാൻ പറ്റുമായിരിക്കും. ഞാനാണിങ്ങനെ വണ്ടി ഇങ്ങനെ തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ വണ്ടി കയറും അർജന്റ് ആണെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് പോവാം. ഊബറിന്റെ കമ്മീഷൻ കൊടുക്കാണ്ട് നമുക്ക് പോവുകയും ചെയ്യാം. പക്ഷെ എങ്കിലും ഒരു ചമ്മല് ഇത്രയും ലേറ്റ് ആയിട്ട് ഞാൻ അവിടെ ചെല്ലണത്. അപ്പൊ അതുകൊണ്ട് വേണ്ടാന്ന് വെച്ച് ഇനി ഒരു 10 മിനിറ്റ് കൂടി ഇരുന്നിട്ട് ഇവിടുന്ന് തെറിക്കാം. എന്തായാലും ഭാഗ്യത്തിന് ഒരു ട്രിപ്പ് അടിച്ച് ഒരു ഗോപിക നമ്മള് പോകുന്ന വഴിക്ക് തന്നെ 1 കിലോമീറ്റർ ഉണ്ട്. എന്തായാലും അവരെ വേഗം പോയിട്ട് പിക്ക് ചെയ്യട്ടെ. അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞ് 189 രൂപ, ടോട്ടൽ 568 ആയി. സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഒന്ന് നിർത്തിയിട്ട് നോക്കാം. യാത്രി ഓണാക്കിയിട്ടുണ്ട്, ഊബർ ഓണാക്കിയിട്ടുണ്ട്. ഏതായാലും ഒന്നും അടിയാണ്ട് നിൽക്കില്ല. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണോ? അല്ല, അതേ റോഡ് തന്നെയാണ്. സ്ട്രൈറ്റ് ആയിട്ട് പള്ളിക്കരക്ക് ലോങ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ പോയ മത്തങ്ങ കുരിശിൻ്റെ അവിടേക്ക് ആള് ജനുവിനാണ് ഇവിടെ ഉണ്ട്. എന്താ പ്രിയൻഷു പേര്. അപ്പൊ ശരി, ഇത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം. പള്ളിക്കര ട്രിപ്പ് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ ഒരു ട്രിപ്പ് അടിച്ച് മറ്റേ ഇവിടെ ആലുവ പെരുമ്പാവൂർ റോഡുമല്ല ഒരു അങ്ങനെ എന്തോ ഒരു അമ്പലമുണ്ട് ഇവിടെ, തിരുവയ്യാനുണ്ട്. അമ്പലത്തിൽ എന്തോ വർഷത്തിലൊരിക്കെന്തോ പരിപാടി നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഭയങ്കര തിരക്കുണ്ട്. അവിടെ കഴിഞ്ഞ ട്രിപ്പ് ഉള്ളിൽ കയറി അവരെ ഡ്രോപ്പ് ചെയ്തു. അവിടെ നിർത്താനേ സമ്മതിക്കുന്നില്ല. കുറച്ച് അപ്പുറം കൊണ്ടുപോയിട്ട് നിർത്തിയിട്ട് അപ്പൊ തന്നെ അവിടെ തന്നെ ഒരു പിക്കപ്പ് അടിച്ച്. പക്ഷെ കസ്റ്റമർ അമ്പലത്തിന്റെ വേക്കിൽ എവിടേക്കാണ്. ഞാൻ ലൊക്കേഷനിൽ പോയി അമ്പലത്തിന്റെ ഉള്ളിലേക്കൊക്കെ അത് കയറണം. ആകെ പ്രശ്നങ്ങളായി. എങ്ങനെയൊക്കെ ഊടുപോയി കയറിയിട്ട് പുറഞ്ചാടി. ഞാൻ ആ ട്രിപ്പ് അങ്ങ് ക്യാൻസൽ ചെയ്തു. ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് കുറച്ചപ്പുറം വന്നിട്ട് ഇവിടെ ഒരു തണലത്ത് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അങ്ങനത്തെ ട്രിപ്പുമായി തിരക്കിന്റെ അടിയിൽ പോയാലേ ആകെ പ്രശ്നമാവും. അതിന്റെ ഇടയ്ക്ക് എന്റെ ഫോൺ നമ്പർ ചോദിച്ചു. അവരോട് കോൾ ചെയ്യാൻ പറഞ്ഞിട്ട് അവർ കോൾ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങോട്ടും കോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവരെന്റെ ഫോൺ നമ്പർ ചോദിച്ചു. ഫോൺ നമ്പർ ഊബറിൽ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ഊബറാര് പോയി നമ്മള് പേഴ്സണൽ ട്രിപ്പ് ആക്കുന്ന എഴുതിയിട്ടേ നമ്പർ ഇട്ടപ്പോ തന്നെ എനിക്കൊരു വാർണിംഗ് മെസ്സേജ് വന്ന് നമ്പർ ഇടാൻ പറ്റൂല പറഞ്ഞാണ്ട്. ഞാനതൊന്നും വായിക്കാൻ നിന്നില്ല, സ്ക്രീൻഷോട്ട് അടിക്കാനും നിന്നില്ല. ട്രിപ്പാണ് ക്യാൻസൽ ചെയ്ത് പോകുന്നത്. അവിടെ കുറച്ചപ്പുറത്തുണ്ട്. ഏതായാലും പിന്നെ അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. ആ കസ്റ്റമറാണ് ഈ അടിക്കുന്നത്. എടുക്കണ്ട, സീനാവും. എന്താ പ്രശ്നം ചോദിച്ചാലേ
അത് കട്ട് ചെയ്ത് വിടുക. അവർക്ക് എന്താ അവിടെ കുറേ വണ്ടികളുണ്ട്, അവർക്ക് വണ്ടി കിട്ടണില്ല. സംഭവം അവിടെ അത്ര തിരക്കാണ്, അവിടെ ആരും വണ്ടി ഊബർ എടുക്കുന്നില്ല. പ്രശ്നമാവും. നമ്മക്ക പ്രശ്നം ആ തിരക്കിന്റെ ഇടയിൽ കൂടി ആകെ സീനായിട്ട് ഞാൻ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത്. പേഴ്സണലായിട്ട് നമ്പർ കൊടുത്തോണ്ടാണ് അവരങ്ങനെ വിളിക്കുന്നത്. മറ്റേ ട്രിപ്പ് ക്ലോസ് ചെയ്താൽ നമ്മളെ കോണ്ടാക്ട് ഉണ്ടാവില്ല. നമ്മളെ റേറ്റിങ്ങും കാര്യങ്ങളും കണ്ടു തരാം. 97 ക്യാൻസലേഷൻ റേറ്റ് 0 ആണ്. ഞാനിപ്പോൾ ഈ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത്, പക്ഷെ എനിക്ക് ക്യാൻസലേഷൻ റേറ്റ് വന്നിട്ടില്ല. വരാതിരിക്കാനൊരു പരിപാടി ഉണ്ട്. കണ്ടോ 0 ആയിട്ട് കിടക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്യാൻസൽ ചെയ്യാറുണ്ട്, പക്ഷെ എങ്കിൽ അവിടെ ക്യാൻസലേഷൻ റേറ്റ് വരില്ല. പിന്നെ ഇത് അക്സെപ്റ്റ് റേറ്റ് ആണ്. ഞാൻ പറഞ്ഞിട്ടില്ല, ട്രിപ്പ് വരുന്നതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്താലും കുഴപ്പമില്ല. അക്സെപ്റ്റ് റേറ്റ് നമ്മളിത് അടിപൊളിയായിരിക്കണം. 100 ഉണ്ടായിരുന്നു, അത് പോയി. പിന്നെ റേറ്റിംഗ് ഇതാ 1 സ്റ്റാർ 3 എണ്ണം. അത് ലാസ്റ്റ് ഒരു 1 സ്റ്റാർ ഇട്ടത് ഒരു പെണ്ണ്, അവൾക്ക് ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ നിർത്തി കൊടുക്കണം. ഞാൻ പറഞ്ഞു അങ്ങനെ വെയിറ്റിംഗ് ഇല്ല. അങ്ങനെ 1 സ്റ്റാർ അടിച്ചു പോയതാ. നമ്മക്കെന്താ വെയിറ്റിംഗ് ഇല്ല. രാവിലെ പീക്ക് ടൈം ആയിരുന്നു. ഇന്ന് രാത്രി റെന്റൽ കിട്ടിയ പോലെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് തേങ്ങട്ടാനാ. അങ്ങനെയാണ് അത്. 2954 ട്രിപ്പ് എടുത്തു. 2 ഇയർ അത് നോക്കണ്ട, അത് ശരിക്കുള്ളതല്ല. 1 ഇയർ ആണ് ശരിക്കും ഓടിയിട്ടുള്ളത്. 1.5 ഇയേഴ്സ് 2954 ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ഇവിടെയാണ് കറക്റ്റ് കാണിക്കുക. പിന്നെ ഗ്രേറ്റ് കോൺവെർസേഷൻ 2 എണ്ണം ഇട്ടിട്ടുണ്ട്. 6 സ്റ്റാർ 2 എണ്ണം. ഗ്രേറ്റ് ആറ്റിറ്റ്യൂഡ് 1. ടിഡി ആൻഡ് ക്ലീനോ അതൊന്ന്. പിന്നെതാ 1 ഇയർ 1500 5 സ്റ്റാർ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഓട്ടൊക്കെ കഴിഞ്ഞ് നിർത്തി. CNG 2 പുള്ളി 158 കിലോമീറ്റർ ഓടിന്ന്. ലഞ്ച് ബ്രേക്ക് എടുത്താട്ടോ, ക്ഷീണം. ഇപ്പം നമ്മള് ഉച്ചവരെ ഓടിയത് 2179. 9 ട്രിപ്പ് എടുത്തു നമ്മള്. യാത്രയൊന്നും ഓടിയിട്ടില്ല. അത്യാവശ്യം ഊബറിൽ തന്നെ ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ആക്കും പോലെ ഇറങ്ങും. ഇതോടെ നവോദയ ടു കങ്ങരപ്പള്ളി റൂട്ടാണിത്. അപ്പോൾ ഓക്കെ, അപ്പൊ ഇനി ഫുഡ് കഴിച്ചിട്ട് കാണാം. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഒരു ബാക്കിലൊരു 30 രൂപയുടെ ജ്യൂസ് ഉണ്ട്. നല്ല അടിപൊളി ജ്യൂസാണ്. ഒരു ജ്യൂസും കുടിച്ചിട്ട് തുടങ്ങാം. ₹30 ജ്യൂസ്, നല്ല ടൈറ്റില് തിക്കില് സാധനം. അത് കഴിഞ്ഞിട്ടിപ്പോ ഒരു ട്രിപ്പ് എടുത്ത് മറ്റേ ഒരു 200 രൂപയുടെ പാലായിരോട്ടം ട്രിപ്പ്. ബാക്കി ഫോണുമ്മ കളിച്ചിരുന്നു, മൂഡ് പോയി. നല്ല തിരക്കുണ്ട്, വാഴക്കാലൊക്കെ തിരക്കുണ്ട്. വെള്ളിയാഴ്ച അല്ലേ, ഒരു 5 മണിയാകുമ്പോ എന്തായാലും നിർത്തും. 5 മണിക്ക് ശേഷം നല്ല ബ്ലോക്ക് ഉണ്ടാവും. 8 മണി വരെ 9 മണി വരെ 10 മണി വരെ ഒക്കെ നല്ല ബ്ലോക്ക് ഉണ്ടാവും. വെള്ളിയാഴ്ച കുറെ ആൾക്കാർ നാട്ടിൽ പോകാനും മറ്റേതും മറിച്ചൊക്കെ ആയിട്ട്. അപ്പൊ 3/4 മണിക്കൂറും കൂടി അതുകൂടി കഴിഞ്ഞാൽ ഓഫ് ചെയ്യും. ഒന്ന് CNG അടിക്കാണ്ട്, ഫ്യൂല് കഴിഞ്ഞിട്ടുണ്ട്. 180 കിലോമീറ്റർ ഓടി ഇന്നലെ അടിച്ച CNGയിൽ. അപ്പോ ഇനിയിപ്പോ CNG അടിക്കട്ടെ. അപ്പൊ ഇന്നത്തെ ഓട്ടം ഇവിടെ കലാസായി, ഇവിടെ നിർത്തി. പെരും ബ്ലോക്ക്. ഇപ്പൊ ലാസ്റ്റ് ട്രിപ്പ് ഓടിയത് എത്ര 45 മിനിറ്റ് 17 കിലോമീറ്റർ ഓടാന്. പെരും ബ്ലോക്ക്. ഇപ്പൊ ഒരു റെന്റൽ അടിച്ച് 750 രൂപയുടെ 3 മണിക്കൂർ 30 എന്തോ കിലോമീറ്റർ ഉള്ളൂ. ഞാൻ എടുത്തിട്ട് പിന്നെ അത് മറ്റു രീതിയിൽ ക്യാൻസൽ ചെയ്ത്. അത് വേണ്ട, അത് ആകെ ശകുനാവും. 8-9 മണിയാവും ചെയ്യും. ബ്ലോക്ക് ഉണ്ട്, നല്ല ബ്ലോക്ക് ഉണ്ട്. ടോട്ടലിൽ നമ്മള് 2,636 റുപ്യക്ക് ഓടി 11 ട്രിപ്പ്. ലാസ്റ്റ് ട്രിപ്പ് 311, 45 മിനിറ്റ് 17 കിലോമീറ്റർ 410 ടോട്ടൽ വാങ്ങി. 311 നമുക്ക് കിട്ടിയത് ഏണിങ്സ്. ഇനിയിപ്പോ എനിക്ക് ഊബറിന് അങ്ങോട്ട് കൊടുക്കാനുള്ളത് വാലറ്റിൽ 251 രൂപ മൈനസ് ആണ്. അതാണ് പേയ്മെന്റ് ചെയ്ത് കൊടുത്താല് പരിപാടി കഴിഞ്ഞ്.
അപ്പൊ ഇന്നത്തെ തൊട്ടും കഴിഞ്ഞ് എല്ലാം റെഡി. നല്ല സർജ് ഉണ്ടാവും, മാപ്പിൽ മുഴുവൻ സർജ് ആയിട്ടുണ്ട് ഊബർ. എല്ലാ വണ്ടികളും നിർത്തിയിട്ടുണ്ടാവും ബ്ലോക്ക് കാരണം. അതാണ് ഈ സർജ് വരാൻ കാരണം. ഇനി നല്ലോണം ട്രിപ്പ് അടിക്കും. ഫുൾ ബ്ലോക്കാണ് മക്കളെ, ഫുൾ ബ്ലോക്ക്. ഈ ബ്ലോക്കിൽ ഓടിയാലേ പൈസ ഉള്ളതൊക്കെ പോകും ഫ്യൂൽ അടിച്ചിട്ട്.